നിങ്ങളുടെ വിൻഡോസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഹാങ് ആവുന്നുണ്ടെങ്കിൽ ഒരു കമാൻഡ് പറഞ്ഞു തന്നിരുന്നു sfc/scan now എന്നാണ്. ഈ ഒരു കമാൻഡ് ചെയ്ത് സ്കാനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം എറേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇത് ചെയ്യാനായിട്ട് കമാൻഡ് മോഡ് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജിൽ ഓപ്പൺ ആക്കുക. ഇനി ഈ പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക DISM ഓൺലൈൻ cleanup-image restore health. ദെൻ എൻ്റർ ചെയ്യുക. ഈ ഒരു സ്കാനിങ്ങിന് കുറച്ച് കൂടുതൽ സമയമെടുക്കും, കാരണം വിൻഡോസിൻ്റെ കോർ ഇമേജ് ഫയൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഇനി ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അത്രയും സമയം ഇതിന് വരുന്നതാണ്. ഇത് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഈ ഒരു സ്കാനിങ് ആൻഡ് ഫിക്സിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത കമാൻഡ് നിങ്ങൾ നേരത്തെ ചെയ്ത sfc/scan now എന്നുള്ള കമാൻഡ് തന്നെയാണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ സിസ്റ്റം ഉപയോഗിച്ച് നോക്കുക. വിൻഡോസ് ഹാങ് ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഹാർഡ്വെയർ റിലേറ്റഡ് ആവാം, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആവാം. ഫസ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണോ ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇത് കൂടാതെ തന്നെ വിൻഡോസിൽ ഒരുപാട് ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിലെന്തെങ്കിലും കറപ്ഷനോ അതല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടോ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഡ്രൈവർ സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.